അടുത്ത തലമുറയുടെ ബുദ്ധി കെട്ടുപോകരുത്. ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കുറേ ഉയർച്ചയുണ്ടാകും. ഈ ലൈംഗിക ശ്രദ്ധ വരുമ്പോൾ തന്നെ ബുദ്ധി പോയി. അത് വായിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം ഹൃദയത്തിലേറി എന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ സ്ത്രീ പുരുഷ ബന്ധം കഴിഞ്ഞാൽ ശരീരം ശുദ്ധീകരിച്ചിട്ടേ കിടക്കാവും. ആ ഗന്ധത്തോടുകൂടി ആ വിയർപ്പോടുകൂടിയൊന്നും കിടക്കരുത്. ഇങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ പുതിയ ആളുകൾക്ക് അറിയില്ല, അറിയാൻ താല്പര്യവുമില്ല, പറഞ്ഞാലൊട്ട് ദേഷ്യവുമാകും. നമ്മുടെ ജീവിതത്തിനെ ഏത് വഴിയിലേക്ക് എത്രമാത്രം ശ്രേഷ്ഠമായി കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉറങ്ങുന്നതിന് മുമ്പ് 20 മിനിറ്റുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ്, ക്ലാസിക്കൽ കുടുംബങ്ങളിൽ പണ്ട് പറയും, ഉറങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ് രാമായണത്തിലെ 4 ശീലെങ്കിലും വായിച്ചിട്ടുറങ്ങണം. രാമായണത്തിലെ 4, ഞങ്ങളുടെ ഓണാട്ടുകരയിലെ ഒരു സംസ്കാരം, അത് മധ്യ തിരുവിതാംകൂറിൽ അങ്ങനെ നിർബന്ധമായിരുന്നു. പഴയ കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ 80കളിലൊക്കെ വൃദ്ധ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പറയുന്നത് ഞാൻ കേൾക്കും. വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് 4 ശീലെങ്കിലും രാമായണത്തിലെ വായിച്ചിട്ട് ഉറങ്ങണമെന്ന് പറയും. അപ്പോൾ ഏറ്റവും ശുഭകരമാകുന്ന ഭാഗങ്ങൾ എടുത്തു വെച്ചിരിക്കും, അല്ല തുടർച്ചയല്ല. അത് വായിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം ഹൃദയത്തിലേറി എന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ സ്ത്രീ പുരുഷ ബന്ധം കഴിഞ്ഞാൽ ശരീരം ശുദ്ധീകരിച്ചിട്ടേ കിടക്കാവും. ആ ഗന്ധത്തോടുകൂടി ആ വിയർപ്പോടുകൂടിയൊന്നും കിടക്കരുത്. ഇങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ പുതിയ ആളുകൾക്ക് അറിയില്ല, അറിയാൻ താല്പര്യവുമില്ല, പറഞ്ഞാലൊട്ട് ദേഷ്യവുമാകും. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. വെളുപ്പിന് ബ്രെയിൻ ആൽഫ ലെവലിൽ വർക്ക് ചെയ്യുന്ന സമയം ഏകദേശം ഒരു 2:45 കഴിയും. 2:45 to 3 നമുക്ക് ധ്യാനത്തിനൊക്കെ പ്രധാനപ്പെട്ട ഒരു നല്ല സമയമാണ്. അങ്ങനെയുള്ളവർ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് പോകും, ബോധാതീതരാകും. അവിടെ തുടങ്ങി ഒരു 7:30 വരെയാണ് ആൽഫ ലെവൽ ഏകദേശം നിൽക്കുന്ന ഒരു സമയം. ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ 4 മണി 3 മണി 5 മണി എന്നൊക്കെ പറയുന്ന സമയത്ത് സ്ത്രീ പുരുഷ ബന്ധം നടന്നാൽ നമ്മൾക്ക് ഇതിനോടുള്ള വാസന കൂടും. അപ്പോൾ ഒരാളിൽ നിന്ന് പോലും അടുത്ത ആളിലേക്ക് സംക്രമിക്കും നമ്മുടെ ആഗ്രഹം. വെളുപ്പിന് എഴുന്നേറ്റ് സ്ത്രീ പുരുഷ ബന്ധം വെളുപ്പിന് സ്ത്രീ പുരുഷ ബന്ധം നടത്തരുതെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. മാത്രമല്ല പുരുഷൻ്റെ ഓജസ് എല്ലാം പോകും. വളരെ ബുദ്ധിമാനായ പുരുഷൻ കല്യാണം കഴിച്ചതിന് ശേഷം ബൗദ്ധികമായി മുന്നേറ്റമില്ല, അവൻ്റെ അസാധാരണമായ സാധ്യതകളെല്ലാം ഒടുങ്ങി എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ വെളുപ്പിനുള്ള ലൈംഗിക ബന്ധമാണ്. ആ ലൈംഗിക ബന്ധം വെളുപ്പിന് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അച്ഛൻ തന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങും തൊടാതെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അടിമത്തം വരും. സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ കാണുമ്പോൾ അവരുടെ ശരീരാവയവങ്ങളിലേക്ക് ശ്രദ്ധ, വസ്ത്രത്തിനുള്ളിലെ കല എങ്ങനെയായിരിക്കും എന്നൊരു ശ്രദ്ധ. പുരുഷന്മാർക്ക് ഇതുപോലെ വരും. നടന്നു പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ നോക്കുമ്പോൾ അവർ ഒരു സ്ത്രീ പോകുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്കാനറും കൊണ്ട് നിൽക്കുന്ന ഒരു കണ്ണ് വരും. ഇതെല്ലാം ഈ കുഴപ്പങ്ങളാണ്. ഇതെല്ലാം കുഞ്ഞിൻ്റെ സ്വഭാവത്തെ ബാധിക്കും. കുട്ടികൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയായിരിക്കും, ചിലപ്പം അറിഞ്ഞുകൊണ്ട് കിടക്കുകയായിരിക്കും. ഈ ഗന്ധം വരും. അപ്പോഴേ ഏറ്റവും പരമപവിത്രമായിരിക്കണം നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ. നമ്മൾക്കൊരു അഴിമതി നിറഞ്ഞ അല്ലെങ്കിൽ ലൈംഗികത അത്രയും ശുദ്ധമായി, സെക്സ് ഇവിടെ സിന്നല്ല, ഒരു പാപമല്ല. അപ്പോൾ അതിനത്രയും പവിത്രതയാണ് കൊടുക്കുന്നത്. അതിനാണ് ഈ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. അടുത്ത തലമുറയുടെ ബുദ്ധി കെട്ടുപോകരുത്. ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കുറേ ഉയർച്ചയുണ്ടാകും. ഈ ലൈംഗിക ശ്രദ്ധ വരുമ്പോൾ തന്നെ ബുദ്ധി പോയി. ഇപ്പോൾ സാർ പറഞ്ഞു പണ്ടുള്ളവർ ഇതെല്ലാം ശ്രദ്ധിച്ചും ഒക്കെ ആയിരുന്നു എന്ന്. പക്ഷെ പണ്ടുള്ളവരിൽ എല്ലാവരും തന്നെ ഇങ്ങനെ ആയിരുന്നു? പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇന്നലത്തെ പണ്ടല്ല, 10, 20, 40 വർഷം മുമ്പിലത്തെ പണ്ടല്ല ഈ പറയുന്നത്. ഓക്കെ, എങ്കിൽ കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപായിരുന്നു ഈ ബഹുഭാര്യത്വം. അതെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങള്, ബഹുഭാര്യാത്വം എന്ന് പോലും പറയാൻ പറ്റില്ല, സംബന്ധം അതൊക്കെ അത് തന്നെ ഒരു അസംബന്ധമായിരുന്നു. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ 1400 മുതലാണ് നശിച്ചിരിക്കുന്നതെന്ന്. അന്ന് മുതലുള്ള കാര്യങ്ങളെ നോക്കുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത്. കേരളത്തിലെ ഓരോ ദേശത്തിൻ്റെയും സ്വഭാവ രീതി വ്യത്യാസം. ഇപ്പോൾ കായംകുളം രാജ്യത്തിൻ്റെ പ്രത്യേകത, ഞാൻ ജനിച്ചിരിക്കുന്ന കായംകുളം രാജ്യത്തിലാണ്. കായംകുളം രാജ്യത്തിൽ വരുന്ന ഏരിയയാണ് ഹരിപ്പാടുമൊക്കെ. അവിടുത്തെ പ്രത്യേകത 1746 കായംകുളം രാജ്യം തിരുവിതാംകൂറിൽ യുദ്ധത്തിൽ പോയി ലയിച്ചെല്ലാം പോയത്, മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കിയത്. അതുവരെ കായംകുളം രാജ്യത്ത് അയിത്തമില്ലായിരുന്നു.
കായംകുളം രാജ്യം പിടിച്ചടക്കി രാമയ്യൻ പിളവ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് ബ്രാഹ്മണരെ കുടിയേറാൻ അനുവദിച്ചു. ശ്രീമൂലം തിരുനാളിൻ്റെ കാലയളവിലായപ്പോൾ ഞങ്ങളുടെ കാർത്തിപ്പള്ളി താലൂക്കിൽ മാത്രം 400 തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളായി. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ജനത്തിനോട് ചേരിതിരിവൊക്കെ കാണിക്കാൻ തുടങ്ങി. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് വടക്കൻ കേരളത്തിൽ ധാരാളം പേര് വന്നു. അങ്ങനെ 3 or 4 കാർത്തിപ്പള്ളി താലൂക്കിൽ മാത്രം 2 or 3 ഈ നമ്പൂതിരി കുടുംബങ്ങളിൽ നിന്ന് ബാക്കി 40 ബ്രാഹ്മണ കുടുംബങ്ങളിലേക്ക് നമ്പൂതിരി കുടുംബങ്ങളിലേക്ക് മാറി. അങ്ങനെ അപ്പോഴേക്ക് അവർ വന്നപ്പോൾ അവരുടെ കൂടെ കുറച്ച് ക്ഷത്രിയർ വന്നിട്ടുണ്ട്. അവർ പരപ്പനങ്ങാടിയിൽ നിന്നൊക്കെ ക്ഷത്രിയർ വന്ന് താമസിച്ചു. അവർക്ക് സഹായികളായിട്ട് മറ്റ് സമുദായക്കാർ വന്നു. ഇതൊക്കെ ജാതീയതയിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് നാഞ്ചിനാടൻ പിള്ള, ചെട്ടിപ്പിള്ള വിഭാഗങ്ങളൊക്കെ, വീരശൈവര്, ഇവരൊക്കെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ കുടിയേറാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, മൂടിവെച്ച ചരിത്രങ്ങളും എഴുതപ്പെട്ടതും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന് ഒത്തിരി വികലമാക്കിയിട്ടുണ്ട്. പിന്നെ വാര്യൻ കുഞ്ഞത്ത് ഹാജിയുടെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ മാപ്പിള ലഹള സമയത്ത് ഒത്തിരി പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ അവരുടെ ദേശങ്ങളുടെ സംസ്കാരവും കൂടിയാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ദേശങ്ങൾ ഇങ്ങനെ വന്നെന്ന് പറയാം. കാരണം കായംകുളം രാജാവിന് വാര്യന്മാരും പറയ സമുദായക്കാരുമായിരുന്നു ഏറ്റവും പ്രധാന ഭൃത്യരെന്ന് പറയുന്ന കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നീക്കിയിരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ബഹുഭാര്യാത്വം എന്ന് പറയുമ്പോൾ പലതിനും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഹരിപ്പാട്ട് തന്നെ പല കുടുംബങ്ങളിലും 5 പേർക്കൊരു ഭാര്യ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഈ സ്വത്തുക്കൾ പോകാതിരിക്കാനും ഒരു ഗുണമാണ്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, സ്ത്രീകളിൽ നിന്നുള്ള ശല്യം ഒരാളിലേക്ക് ഫോക്കസ് ചെയ്ത് വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ചേട്ടനിമാർ ചേർന്നിട്ട് ഒരു സ്ത്രീകളിപ്പം അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെ നോക്കരുത്, ഇങ്ങനെ നോക്കരുത് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് വരില്ല. കാരണം അവർക്ക് തന്നിലെ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പൊ ശരിക്കും ആ ഒരു കാലഘട്ടം തന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുരാതനമായിരിക്കുന്ന ഇപ്പം സോമദേവ ഭട്ടൻ്റെ കഥാസരിസാഗരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാചീന സാഹിത്യ സംഹിതകളും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ 1000 വർഷത്തിനുള്ളിലുള്ള മാറ്റങ്ങളൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് വലിയൊരു സംഭവമുണ്ട്. ഞാൻ തന്നെ തന്ത്രശാസ്ത്രം പഠിക്കാൻ നോക്കി, പിന്നെ തന്ത്രയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ച അവസാനം നളന്ദയിൽ പോയി നിൽക്കിയത്. നളന്ദയിൽ എന്തായിരുന്നു നടന്നത്, പിന്നെ ടിബറ്റിലെ തന്ത്ര, പിന്നെ ഈ കാണുന്ന തന്ത്രയും ആ തന്ത്രയും എല്ലാം തമ്മിലുള്ള വ്യത്യാസം, ആഗമശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം മാധവൻ്റെ വരവ്, ശാസ്ത്രങ്ങളിലേക്കുള്ള ആചാരങ്ങളിലേക്കുള്ള വരവ്, ഇതെല്ലാം കൂടി ചിന്തിച്ചപ്പോഴേ ഇതൊന്നും ഇവിടെങ്ങും അല്ല കിടക്കുന്നത്. ഇപ്പോഴേ 1970കളിൽ ഞാൻ കേൾക്കുന്ന 70കൾ തൊട്ട് 80 വരെയുള്ള സമയമാണല്ലോ 70കൾ എന്ന് പറയുന്നത്. ഈ കാലയളവിലെ വൃദ്ധരൊക്കെ വന്ന് അന്നത്തെ 90 വയസ്സുകാരും 85 വയസ്സുകാരും ഒക്കെ വന്ന് സംസാരിക്കുന്നത് ഈ പുതിയ ആളുകളുടെ നാശം പിടിച്ച സ്വഭാവത്തെക്കുറിച്ചാണ്. അവർ പറഞ്ഞ ആളുകൾ പോലും വാർദ്ധക്യത്തിലെത്തി മരിച്ചിട്ട് ഇപ്പം എത്രയോ വർഷമായി. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ നിന്നും ഒരു റിട്രോഗ്രസീവ് എവല്യൂഷൻ സാംസ്കാരികമായി എല്ലാ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാസി സംസ്കാരം, ദാസി എന്ന് പറയുമ്പോൾ നമ്മളൊരു നികൃഷ്ടമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം കൊച്ചി രാജ്യത്തിൻ്റെ സംസ്കാരമുണ്ട്, തിരുവിതാംകൂറിൻ്റെ പ്രത്യേകം, കോഴിക്കോടിൻ്റെ പ്രത്യേകത, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അതൊന്നും തെറ്റല്ല, പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പം ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞ ഈ കുട്ടികളുടെ ഈ അതിക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിന് ഇതൊക്കെയാണ് കാരണം. അന്ന് ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളില്ല. അത് എന്താണെന്നുള്ളത് നമുക്ക് കുറേ അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ, പിന്നീട് ഒരിക്കലും സംസാരിക്കാം. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.